നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തിരൂർ അന്നാര ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. തിരൂർ തുഞ്ചൻപറമ്പ് റോഡ് വഴി വന്നാൽ വളരെ അടുത്ത് തിരൂർ പട്ടണത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നരസിംഹമൂർത്തിയാണ്. ഇവിടെ ഉപദേവന്മാരായി ഭഗവതിയും ഗണപതിയും ഉണ്ട്. അതിനു പുറമെ ക്ഷേത്ര മതിലിൻ്റെ പുറത്തായി നമുക്ക് നാഗദേവൻ്റെ പ്രതിഷ്ഠയും കാണാം. എല്ലാ ആയില്യം നക്ഷത്രത്തിലും ഇവിടെ നാഗപൂജ നടത്താറുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാ വഴിപാടുകളും ഇവിടെയും നടത്തുന്നതാണ്. അതിനു പുറമെ പ്രധാനമായും 2 വഴിപാടുകൾ നടത്തുന്നു. അതിൽ ഒന്ന് സമർപ്പണം. സമർപ്പണം എന്നാൽ ദ്രവ്യങ്ങൾ ദേവന് സമർപ്പിക്കുക എന്നാണ്. അതായത് കർപ്പൂരം, ചന്ദനത്തിരി, വെണ്ണ, നെയ്യ്, കൽക്കണ്ടം, മുന്തിരി, വെറ്റിലാടയ്ക്ക, ഇങ്ങനെ ദ്രവ്യങ്ങൾ ഇവിടെ ദേവന് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിലെ ഒരു വഴിപാട്. ഈ വഴിപാട് കൊണ്ട് ഭക്തജനങ്ങൾ ഉദ്ദേശിക്കുന്നത് കാര്യസാധ്യമാണ്. ഈ വഴിപാട് നടത്തി ഇവിടെ നിന്ന് പല ആളുകൾക്കും കാര്യസാധ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിവ്. ഇതിനു പുറമെ 2ാമത്തെ വഴിപാട് പാനകം. അത് എല്ലാ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും നടത്താറുണ്ട്. എന്നാൽ ഇവിടെ എല്ലാ ദിവസവും പാനകം നേദിക്കുന്നുണ്ട്. രോഗശമനമാണ് ഈ പാനക നിവേദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗരുഡൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ. ഗരുഡൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ. നിറകണ്ണാൽ കാണും നേരിന്നും സ്വാമി ഗുരുവായൂരപ്പാടി കൃഷ്ണാട്ടം മാത്രം. നിറകണ്ണാൽ കാണും നേരിന്നും സ്വാമി ഗുരുവായൂരപ്പാടി കൃഷ്ണാട്ടം മാത്രം. നിൻ കൃഷ്ണാട്ടം മാത്രം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവേ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരി